നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം കൊടുങ്ങല്ലൂർ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂരിൽ അഭിവാദ്യങ്ങൾ നമ്മുടെ പ്രിയനാം തേനാണ് നിലമ്പൂരിന്റെ ബാപ്പുട്ടിക്ക. കൊടുങ്ങല്ലൂർ ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സർക്കാരിനേറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായി കേരളത്തിലെ ജനം അതിനെ വീക്ഷിക്കുകയാണ്. 11,000-ലധികം വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ നിന്ന് UDF-ന്റെ ആര്യാടൻ ഷൗക്കത്ത് ഒരു ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നത്. LDF 2 തവണ അടുപ്പിച്ച് വിജയം നേടിയ ആ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDF-ന്റെ തിരിച്ചുവരവ് ഉറപ്പിക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയം. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിൽ മുട്ടിയതിലുള്ള താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂരിലെ ജനങ്ങൾ പിണറായിക്കെതിരെയുള്ള ഒരു വിജയം നടത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിലെ മുഴുവൻ ജനതയുടെ പരിച്ഛേദമാണ് നിലമ്പൂരിൽ കണ്ട തെരഞ്ഞെടുപ്പ് വിജയം. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ UDF ആഹ്ലാദിക്കുന്നു, പക്ഷെ അഹങ്കരിക്കുന്നില്ല. UDF വളരെ വിനയത്തോടുകൂടി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അതിശക്തമായി മുന്നേറേണ്ട അവസ്ഥയാണ്. കേരളത്തിലെ ജനങ്ങൾ പിണറായിക്കെതിരെയാണ്. കേരളത്തിലെ ജനങ്ങൾ LDF ഭരണത്തിനെതിരെയാണ്. ഈ ദുർഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനതയും നാം ഒന്നിപ്പിക്കാൻ, പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരിൽ വർഗീയതയുടെയും അതുപോലെ തന്നെ LDF-ന്റെയും ദുർഭരണം അവസാനിപ്പിക്കാനുള്ള അതിശക്തമായൊരു പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നു. നമുക്കിവിടെ നിന്ന് തുടങ്ങാം, ഒരുമിച്ച് നീങ്ങാം. കൊടുങ്ങല്ലൂരിലും കേരളത്തിലും UDF-ന്റെ തിരിച്ചുവരവിനായി പ്രയത്നിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മണ്ഡലം ചെയർമാൻ PV രമണൻ അധ്യക്ഷത വഹിച്ചു. KP സുനിൽകുമാർ, AM അബ്ദുൾ ജബ്ബാർ, PU സുരേഷ് കുമാർ, സനിൽ സത്യൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിൽ സുനിൽ കളരിക്കൽ, നിഷാദ് കുര്യപ്പള്ളി, യൂസഫ് പടിയത്ത്, PA മുഹമ്മദ് ഷെരീഫ്, മുൻഷീർ, KG മുരളീധരൻ, KK ചന്ദ്രബാനു, TK ലാലു എന്നിവർ നേതൃത്വം നൽകി. ഒരു പണിയും നടന്നില്ല. ഇവിടെ അടിച്ചമർത്തിയിരിക്കുകയാണ് LDF-നെ. ഈ മണ്ണിൽ ഇനി വേണമെങ്കിൽ ഒരു കാവൽ മന്ത്രിസഭയായി തുടരാം, അല്ലെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ പിണറായി ഉടനെ രാജിവെച്ച് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.